നബിദിനം. ലോക ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തിയുടെ 1501 ജന്മദിനം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ കുറിച്ച് സ്വാമി വിവേകാനന്ദൻ, രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി, ലോകത്തിലെ 100 മഹാന്മാരെ ഗണിച്ച മൈക്കൽ ഹാർട്ട് എന്നിവരുടെ കാഴ്ചപ്പാടുകളാണ് നമ്മൾ നോക്കുന്നത്. മൈക്കൽ ഹാർട്ട് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഒരു വെളുത്ത വംശീയവാദി കൂടിയാണ്. അല്ലെങ്കിൽ അദ്ദേഹം എന്താ പറയുക, വൈറ്റ് എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി കൂടുതലായി വാദിക്കുന്ന വ്യക്തിയാണ്. വലതുപക്ഷക്കാരനാണ്. അദ്ദേഹം ലോകത്തിലെ 100 മഹാന്മാരെ കുറിച്ചൊരു പുസ്തകം എഴുതി. മൈക്കൽ ഹാർട്ട് സാധാരണക്കാരനല്ല, പ്രിൻസ്റ്റണിൽ നിന്ന് ഡോക്ടറേറ്റ് ഉള്ള ഒരു ശാസ്ത്രജ്ഞനാണ്. ശാസ്ത്രജ്ഞനായ അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം ചരിത്രത്തിൽ കൂടിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ലോക ചരിത്രത്തിൽ 100 മഹാന്മാരെ കുറിച്ച് എഴുതി. എന്നിട്ട് അദ്ദേഹം എഴുതിയത്, പ്രോഫറ്റ് മുഹമ്മദ് വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഇൻ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്കുലർ ലെവൽസ്. മതപരവും എന്നാൽ മതേതരവുമായ അല്ലെങ്കിൽ മതവിശ്വാസത്തോട് ബന്ധപ്പെടാതെ കിടക്കുന്ന മേഖലയിലും ഏറ്റവും ലോക ചരിത്രത്തിൽ സക്സസ്ഫുൾ ആയ വ്യക്തി പ്രോഫറ്റ് മുഹമ്മദാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 വ്യക്തികളിൽ ആദ്യം അദ്ദേഹം പ്ലേസ് ചെയ്തത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെയാണ്. നമ്മുടെ മുസ്ലിം സമൂഹത്തിലെ ഒരുപാട് പേർ നബിദിനം ആഘോഷിക്കുന്നുണ്ട്. ചില വ്യത്യാസങ്ങൾ ഇസ്ലാമിക സമൂഹത്തിലും ഉണ്ട്. എന്നാൽ ലോക ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ, പ്രവാചകന്റെ സ്വാധീനത്തെ കുറിച്ച് 2 അഭിപ്രായങ്ങളില്ല. അങ്ങനെയാണ് സ്വാമി വിവേകാനന്ദൻ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഫിലോസഫേഴ്സിൽ ഒരാൾ, കഴിഞ്ഞ നൂറ്റാണ്ടിൽ പറയുന്നത്. വിവേകാനന്ദന്റെ എക്സാക്ട് കോട്ട് വായിക്കണം. വിവേകാനന്ദ സ്വാമി പറയുന്നത് എന്താ അറിയോ? പിന്നീട് വന്നത് ആ സമത്വത്തിന്റെ മഹാപ്രവാചകനാണ് പ്രവാചകൻ മുഹമ്മദ്. ലോകത്തെ സമത്വം പഠിപ്പിക്കാനാണ് പ്രവാചകൻ മുഹമ്മദ് വന്നത്. അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ സ്പീച്ച്, സ്വാമി വിവേകാനന്ദന്റെ വളരെ പ്രസിദ്ധമായ സ്പീച്ച് ഉണ്ട്. ഞാൻ പലപ്പോഴും കോട്ട് ചെയ്യാറുള്ളതാണ്. അദ്ദേഹം അത് കാലിഫോർണിയയിൽ ഫെബ്രുവരി 3, 1900 കോട്ട് ചെയ്യുന്നത്. എന്നിട്ട് സ്വാമി വിവേകാനന്ദൻ പറയുന്ന രസകരമായൊരു വരിയുണ്ട്. അതായത് സ്വാമി വിവേകാനന്ദൻ ലോക ചരിത്രത്തിലെ മഹാന്മാരായ ലോകാചാര്യന്മാരെ കുറിച്ച് പറയുകയാണ്. ശ്രീകൃഷ്ണനെ കുറിച്ചുണ്ട്, ബുദ്ധനെ കുറിച്ചുണ്ട്, യേശു ക്രിസ്തുവിനെ കുറിച്ചുണ്ട്. പിന്നീട് കാലഗണന അനുസരിച്ച് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെ കുറിച്ചാണ്. പ്രവാചകൻ മുഹമ്മദൻസിന്റെ ഇടയിൽ പെർഫെക്റ്റ് ആയ ഇക്വാലിറ്റിയും, അദ്ദേഹത്തെ പിന്തുടരുന്നവരുടെ ഇടയിൽ പെർഫെക്റ്റ് ആയ ഇക്വാലിറ്റിയും ബ്രദർഹുഡും സാഹോദര്യവും ഉണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ടും കർമ്മവും കൊണ്ടും തെളിയിച്ചു. അവരുടെ ഇടയിൽ ഒരു റേസിന്റെ അല്ലെങ്കിൽ വംശത്തിന്റെ, കാസ്റ്റിന്റെ, ക്രീഡിന്റെ, കളറിന്റെ, സെക്സിന്റെ ഒന്നും യാതൊരു വ്യത്യാസവും അദ്ദേഹം കൊണ്ടുവന്നില്ല. ആ പ്രോഫറ്റ് മുഹമ്മദിനെ പിന്തുടരുന്നവരെ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. രസകരമായ ഒരു കൊട്ടേഷനാണ്, വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷനാണ്. സുൽത്താൻ ഓഫ് ടർക്കി, അതായത് വിവേകാനന്ദൻ ജീവിച്ചിരുന്ന കാലത്ത് ഒട്ടോമൻ എംപയർ ഉണ്ടായിരുന്ന കാലഘട്ടമാണ്. ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയുക സാമ്രാജ്യങ്ങളിലൊന്നായിരുന്നു ഒട്ടോമാന്റെ എംപയർ വരുന്നത്. ഈ ഒട്ടോമാൻ എംപയറിലെ അല്ലെങ്കിൽ ടർക്കിയുടെ സുൽത്താൻ ഒരു കറുത്ത വർഗ്ഗക്കാരനെ, നീഗ്രോ എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് ആ വാക്ക് ഓക്കെ ആയിരുന്നു. ഇത് നമ്മൾ ആ വാക്ക് യൂസ് ചെയ്യാറില്ല. പകരം നമ്മൾ ബ്ലാക്സ് എന്നാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ചില മാറ്റങ്ങളെ ഞാൻ വരുത്തുന്നുള്ളൂ കേട്ടോ. ആ വാക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് അത് പറയുന്നില്ല. സുൽത്താൻ ഓഫ് ടർക്കി ഒരു കറുത്ത വർഗ്ഗക്കാരനെ ആഫ്രിക്കയുടെ ചന്തകളിൽ നിന്ന് മേടിക്കുകയാണെന്ന് കരുതുക. എന്നിട്ട് അവനെ വിലങ്ങിട്ട് ടർക്കിയിലേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അവൻ മുഹമ്മദനായി കഴിഞ്ഞാൽ, മുസ്ലിമായി കഴിഞ്ഞാൽ, സഫിഷ്യന്റ് മെറിറ്റും എബിലിറ്റീസും ഉണ്ടെങ്കിൽ, അഥവാ അവന് കഴിവും അവന് അതിന് തക്ക ഗുണങ്ങളും ഉണ്ടെങ്കിൽ അവന് സുൽത്താന്റെ മകളെ വരെ കല്യാണം കഴിക്കാം. എന്നിട്ട് അദ്ദേഹം വിമർശനത്തോടെ ചോദിക്കുകയാണ്, അദ്ദേഹം അമേരിക്കയിലെ ആൾക്കാരോട് വിമർശനത്തോടെ ചോദിക്കുകയാണ്, നിങ്ങൾ ആലോചിക്കൂ, ഇതിനെ നിങ്ങൾ കമ്പയർ ചെയ്യൂ. നിങ്ങൾ ഈ നാട്ടിൽ ബ്ലാക്സിനോട്, അമേരിക്കൻ ഇന്ത്യൻസിനോട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? അതായത് അദ്ദേഹത്തെ കൊണ്ടുപോയ, അദ്ദേഹത്തിന് വേദി കൊടുത്ത അവിടുത്തെ വേൾഡ് പാർലമെന്റ് ഓഫ് റിലീജിയൻ നടത്തിയവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ കറുത്ത വർഗ്ഗക്കാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നും അമേരിക്കൻ ഇന്ത്യൻസിനെ, പ്രാചീന അമേരിക്കക്കാരെ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസി അല്ലെങ്കിൽ ആദിമ നിവാസി വിഭാഗങ്ങളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? എന്നിട്ട് അടുത്ത് പറയാണ്, ഞങ്ങൾ ഹിന്ദുക്കൾ എന്താ ചെയ്യുന്നത്? ഇവിടെയാണ് ആത്മവിമർശനത്തിന്റെ മഹത്വം. അതായത് സ്വയം തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിന്റെ മഹത്വം. നമ്മൾ ഹിന്ദുക്കൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ ഏതെങ്കിലും മിഷണറി പോലും ഞങ്ങളുടെ ഒരു ഓർത്തഡോക്സ് ആളുടെ ആഹാരത്തിലൊന്നും തൊട്ടാൽ അവൻ ആ ആഹാരം വലിച്ചെറിയും. വിവേകാനന്ദ സ്വാമിയുടെ പ്രസക്തമായ വാക്കുകളാണ്. നമ്മുടെ ഗ്രാൻഡ് ഫിലോസഫി ഉണ്ടെങ്കിലും പലപ്പോഴും പ്രാക്ടീസിൽ നമ്മളത് വീക്കാണ്. വലിയ തത്വചിന്തകളുണ്ട്, ലോകാ സമസ്ത സൂനോ ബോധു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അത് പ്രാക്ടീസിലേക്ക് വരുമ്പോൾ നമ്മൾ വീക്കാണ്. ഹിയർ യു സീ ദ ഗ്രേറ്റ്നെസ് ഓഫ് മുഹമ്മദൻ ബിയോണ്ട് അതർ റേസസ്. ബാക്കി വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മുസ്ലിങ്ങളുടെ മഹത്വം അവിടെയാണ് കാണുന്നത്. വിവേകാനന്ദ സ്വാമി പറയുകയാണ്, അത് ഷോസ് ഇറ്റ്സെൽഫ് ഇൻ ഇക്വാളിറ്റി, പെർഫെക്റ്റ് ഇക്വാളിറ്റി റിഗാർഡ്ലെസ് ഓഫ് റേസ് ഓർ കളർ. വംശമോ നിറമോ വ്യത്യാസങ്ങളോ നോക്കാതെ മുസ്ലിം സമൂഹത്തിന്റെ നന്മ ഇതാണെന്ന് വിവേകാനന്ദ സ്വാമി പറയുകയാണ്. ഞാൻ പലയിടത്തും പറയുന്ന ഒരു കാര്യം എന്താ അറിയോ? വിവേകാനന്ദ സ്വാമിയുടെ ആ വേദിയിൽ ഇരിക്കുന്ന ഒരു മുസ്ലിം പോലും ഇല്ല.
ഇത് വിവേകാനന്ദ സ്വാമി മതേതരത്വത്തിന് വേണ്ടി പറയുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേദനിക്കാതിരിക്കാൻ പറയുന്നതല്ല, അല്ലെങ്കിൽ ഒരു മതസൗഹാർദ്ദ ബാലൻസ് ഉണ്ടാവണമെന്ന് പറയുന്നതല്ല. അദ്ദേഹം എന്ന ഇന്റലക്ച്വൽ അക്കാഡമിക് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ എന്താ പറയണേ ബ്രെയിൻസിലൊന്ന്, തലച്ചോറിലൊന്ന് ആത്മാർത്ഥമായി പറയുക. അവിടെയാണ് അദ്ദേഹം പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച് വേറൊരു അവസരത്തിൽ ചില ആൾക്കാർ അവിടെ നിന്ന് രൂക്ഷമായ മോശം വിമർശനം, ഇന്നത്തെ നമ്മുടെ ഈ യുക്തിവാദി ടീംസ് പറയുന്നത് പോലത്തുള്ള വിമർശനം പറയുന്നുണ്ട്. ഇവിടെ പ്രോഫറ്റ് മുഹമ്മദിനെ കുറിച്ച്, അദ്ദേഹത്തിന്റെ കല്യാണങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വിവേകാനന്ദ സ്വാമി പറയുകയാണ്, ഞാനും നിങ്ങളും ആരാണ് പ്രവാചകനെ അളക്കാൻ? പ്രവാചകനെ അളക്കണമെങ്കിൽ അല്ലെങ്കിൽ വിമർശിക്കണമെങ്കിൽ അതൊരു യേശു ക്രിസ്തു ആയിരിക്കണം. അതായത് അധിക്ഷേപിക്കുന്ന ആൾക്കാരോട് പറയുകയാണ്, അതായത് ഒരു മഹാമേരു, ഒരു പർവ്വതം വേറൊരു പർവ്വതത്തെ നോക്കി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ. നമ്മൾ സാധാരണക്കാരാണ് ഇവരെയൊക്കെ വിമർശിക്കാൻ? ഇവരുടെ ജീവിതവും ഇവരുടെ ആഴവും മനസ്സിലാകണമെങ്കിൽ ഇറ്റ് ക്യാൻ ഹാവ് എ ജീസസ് ടു ക്രിട്ടിസൈസ് എ മുഹമ്മദ്. നമ്മൾ ആരും അതിനല്ല എന്ന് അദ്ദേഹം പറയുന്നത്. അത് അതായത് യേശു ക്രിസ്തുവിന്റെ, പ്രവാചകൻ മുഹമ്മദിന്റെ, അല്ലെങ്കിൽ ശ്രീബുദ്ധന്റെ, ശ്രീകൃഷ്ണന്റെ, അവരൊക്കെ ലോക ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയവരാണ്. അപ്പോ അതുമായിട്ട് നമ്മൾ അവരെ ഒന്നും അത് വെച്ച് അധിക്ഷേപിക്കാൻ നിൽക്കരുത് എന്ന് പറയുന്നത് സ്വാമി വിവേകാനന്ദന. പ്രവാചകൻ മുഹമ്മദിനെ അദ്ദേഹം വിളിച്ചത് ദ മെസ്സഞ്ചർ ഓഫ് ഇക്വാലിറ്റി എന്നാണ്, സമത്വത്തിന്റെ മഹാപ്രവാചകൻ എന്നാണ് അദ്ദേഹം വിളിച്ചത്. മഹാത്മാഗാന്ധി പറയുന്നത്, പ്രവാചകന്റെ ജീവിതം വായിക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ ഞാൻ വായിച്ചു തീർന്നപ്പോൾ ഇനിയും കൂടുതൽ വായിക്കാനില്ലല്ലോ എന്ന വിഷമമാണ് എനിക്കുണ്ടായത് എന്നാണ്. അപ്പോ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ, എന്നിട്ട് മഹാത്മാഗാന്ധി 1924 എഴുതുന്നുണ്ട്, പ്രവാചകന്റെ അട്ടർ സെൽഫ് ഇഫേസ്മെന്റ്, അദ്ദേഹത്തിന്റെ നിസ്വാർത്ഥത, കൂടെയുള്ളവരോടുള്ള കരുണ, സ്നേഹം, ആർദ്രത, ഇത്തരം കാര്യങ്ങളാണ് ഇസ്ലാമിന് ലോക ചരിത്രത്തിൽ ഒരു സ്ഥാനമുണ്ടാക്കിയത്. അതൊരിക്കലും ചില ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെ വാളും അക്രമവും ഒന്നും അല്ല. പകരം ഏറ്റവും കൂടുതൽ സമത്വത്തിന്റെയും സ്നേഹത്തിന്റെയും കരുണയുടെയും ചരിത്രമാണ് ഉള്ളതാണ്. അതുകൊണ്ടൊക്കെയാണ് മൈക്കൽ എച്ച് ഹാർട്ട് ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളായി അദ്ദേഹത്തിന്റെ 1978 പുസ്തകം ദി 100, എ റാങ്കിങ് ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് ഇൻ ഹിസ്റ്ററി, അതായത് ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ്. എഴുതുന്നത് മുസ്ലിം അല്ല, എഴുതുന്നത് ഏതെങ്കിലും രീതിയിൽ അറബ് ദേശത്തോട് ബന്ധപ്പെട്ടവരല്ല, എഴുതുന്നത് ഏതെങ്കിലും രീതിയിൽ മറ്റൊരു പശ്ചാത്തലത്തിലുള്ള വ്യക്തിയല്ല, കുറെ കൂടെ ശാസ്ത്ര പശ്ചാത്തലത്തിൽ നടക്കം വരുന്ന, എന്നാൽ കൂടുതൽ മതങ്ങളെക്കുറിച്ചും മറ്റും പഠിച്ച മൈക്കൽ ഹാർട്ട് അദ്ദേഹം പറയുന്നു, പ്രോഫറ്റ് മുഹമ്മദ് വാസ് സുപ്രീംലി സക്സസ്ഫുൾ ഓൺ ബോത്ത് റിലീജിയസ് ആൻഡ് സെക്കുലർ ലെവൽസ്. മതപരവും മതേതരവുമായ, അല്ലെങ്കിൽ മതത്തിൽ നിന്ന് വിഭിന്നമായ ഭരണപരമായ കാര്യങ്ങളിൽ സുപ്രീംലി സക്സസ്ഫുൾ ആയ പ്രവാചകനാണ്. ആ പ്രവാചകന്റെ 1501 ജന്മവാർഷികമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന് അദ്ദേഹത്തെ പോലുള്ള ലോക ചരിത്രത്തിലെത്തിയ ദൈവദൂതന്മാർക്ക് പ്രണാമം അർപ്പിക്കുന്നു. എല്ലാവിധ നന്മയും സന്തോഷവും ഉണ്ടാകട്ടെ. നമ്മുടെ വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നബിദിനമുണ്ട്, നമുക്ക് ഓണം, മഹാബലി ആഘോഷിക്കുന്ന ഓണമുണ്ട്, ശ്രീനാരായണ ഗുരുദേവന്റെ ഇനിയും ചതയം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരെയും സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന വലിയൊരു അവസരമാണ്. ആ അവസരത്തെ ഏറ്റവും നല്ല രീതിയിൽ ഒരുമയുടെയും സൗഹാർദ്ദത്തിന്റെയും രീതിയിലാകട്ടെ. ഇനി മഹാത്മാ അയ്യങ്കാളിയുടെ വരുന്നുണ്ട്, ബർത്ത്ഡേ വരുന്നുണ്ട്. ഒരുപാട് ചരിത്രത്തിൽ ലോകത്തിൽ വ്യത്യസ്ത സമുദായങ്ങൾക്കൊക്കെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ ആൾക്കാരാണ്. അപ്പോൾ പ്രവാചകനെയും ഇനി ബാക്കി ഓരോരുത്തരെ കുറിച്ചുള്ള വീഡിയോ അവരുടെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാം. പ്രവാചകന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.